Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ സെൽഡ് യൂണിറ്റ് ഓഫ് ലൈഫിന്റെ ബാക്കിയുള്ള NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പില് സിക്സ്ത് ക്വസ്റ്റ്യൻ തൊട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? Give the biochemical composition of plasma membrane. How are lipid molecules arranged in the membrane? അപ്പോൾ നമുക്ക് പ്ലാസ്മ മെംബ്രെയിന്റെ ബയോകെമിക്കൽ കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. ആൻഡ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ബൈലെയറിലെ ലിപ്പിഡ് അറേഞ്ച്മെന്റും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ്, പ്ലാസ്മ മെംബ്രെയിൻ എന്തുകൊണ്ടാണ് കമ്പോസ്ഡ് ഓഫ്, അതായത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതില് കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ കമ്പോസ്ഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിനിൽ പ്രോട്ടീൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി കണ്ടതാണ് എങ്ങനെ പെരിഫറലി അറേഞ്ച്ഡ് ആയിട്ടുള്ളതും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് ലെയേഴ്സിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ട്. അപ്പോൾ കമ്പോസ്ഡ് ഓഫ് ഒന്നാമത്തത് പ്രോട്ടീൻസ്, രണ്ടാമത്തത് ലിപ്പിഡ്സ്. നമുക്കറിയാം ലിപ്പിഡ് ബൈ ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടാണ്ട് എന്തും കൂടി ഉണ്ട്? ഇത് രണ്ടും കൂടാണ്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. നമ്മൾ ഇന്നലെ ഏതോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ് കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൈക്കോസൈലേഷൻ നടന്ന് ഗ്ലൈക്കോ ലിപ്പിഡും ഗ്ലൈക്കോ പ്രോട്ടീനും ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തേർഡ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? കാർബോഹൈഡ്രേറ്റ്സ്. ഇനി നമ്മുടെ ഓരോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ എടുത്താൽ, അതായത് പല പല ഓർഗാനിസമിന്റെയും സെൽ എടുത്താൽ എല്ലാത്തിന്റെയും കോമ്പോസിഷൻ എങ്ങനെയായിരിക്കില്ല? സെയിം തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോ ഇതിന്റെ കോമ്പോസിഷൻ വേരീസ്, അതും കൂടി അറിഞ്ഞിരിക്കണം. കോമ്പോസിഷൻ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ എങ്ങനെയായിരിക്കും? വേരിയിങ് ആണ്, വേരീസ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇനി ഇതിലെ ലിപ്പിഡ് ആണ് ബൈ ലെയർ ലിപ്പിഡ് നമ്മൾ പഠിക്കും. അതാണ് ലിപ്പിഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ലെയർ. ഇനി ഈ ലിപ്പിഡിൽ കാണുന്നത് ഏതാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഏതാണ്? ഫോസ്ഫോ ലിപ്പിഡ്. ഇനി ഈ ഫോസ്ഫോലിപ്പിഡിന്റെ അറേഞ്ച്മെന്റ് ബൈ ലെയർ അറേഞ്ച്മെന്റ് ആണെന്നും അറിഞ്ഞിരിക്കണം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലാസ്മ മെംബ്രെയിനില് ഇതൊന്നും കൂടാണ്ട് നമുക്ക് കൊളസ്ട്രോൾ കണ്ടന്റും കാണാൻ പറ്റും. ഓൾസോ കണ്ടെയ്ൻ കൊളസ്ട്രോൾ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അതിന്റെ ബയോകെമിക്കൽ കോമ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ലിപ്പിഡ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ബൈ ലെയർ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ലിപ്പിഡിൽ കാണാൻ പറ്റുക. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിന്റെ എക്സാക്ട് ഷേപ്പ് അല്ലെങ്കിൽ കോമ്പോസിഷൻ അറിയാൻ പറ്റിയത്, അതായത് സ്ട്രക്ചർ അറിയാൻ പറ്റിയത്. ഇനി ഇങ്ങനത്തെ കെമിക്കൽ സ്റ്റഡീസ് നടത്തുമ്പോൾ, അതായത് പല പല സെൽസിൽ നമ്മൾ പല പല സ്റ്റഡീസ് നടത്തും. ഇനി നമുക്ക് ഈ ഇത്തരം പുതിയ അഡ്വാൻസ്, അതായത് ന്യൂ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? പുതിയ പുതിയ സ്ട്രക്ചർ ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇനി ഈ സ്റ്റഡീസിൽ നമ്മൾ ഇൻഫറൻസ് എടുത്ത എന്താണ്? സെൽ മെംബ്രെയിൻ കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് ഈ ലിപ്പിഡ്സ് എങ്ങനെയാണ് അറേഞ്ച്ഡ് ഇൻ എ ബൈ ലെയർ. ഇനി ഇത് കൂടാണ്ട് തന്നെ ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് വിത്തിൻ ദ മെംബ്രെയിൻ. എങ്ങനെ? ഏത് ഹെഡ് അല്ലെങ്കിൽ അതിന്റെ പൊളാരിറ്റി എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഔട്ടർ സൈഡിലേക്ക്, അതായത് പ്ലാസ്മ മെംബ്രെയിനിന്റെ സറൗണ്ടിങ് ഔട്ടർ സ്പേസിലേക്ക് ഏത് ഹെഡാണ് ഡിറക്റ്റഡ് ആയിരിക്കുന്നത്? പോളാർ ഹെഡ് ആണ് ഡിറക്റ്റഡ് ആയിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഹൈഡ്രോഫോബിക് ടെയിൽ, അതായത് വാട്ടർ ഫിയറിംഗ് സൈഡ് അല്ലെങ്കിൽ വാട്ടർ ഫിയറിംഗ് ടെയിൽ എന്ന് പറയും, ആ സൈഡ് എങ്ങനെയാണ്? ഇന്നർ പാർട്ടിലേക്കാണ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇത് എൻഷുർ ചെയ്യുന്നു എന്താണ്? ദ നോൺ പോളാർ ടെയിൽ ഓഫ് ഹൈഡ്രോ കാർബൺസ് ഇസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ആക്വസ് എൻവയൺമെന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ എങ്ങനെയുണ്ട്? നോൺ പോളാർ ടെയിൽസ് ഉണ്ടാവും. ഈ നോൺ പോളാർ ടെയിൽസ് എങ്ങനെയാണ്? അവർക്ക് ആക്വസ് എൻവയൺമെന്റ് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് അലർജി പോലെയാണ്. അപ്പൊ അവർക്ക് അതിന് പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം?
ആ ഹൈഡ്രോഫോബിക് ടെയിൽസിനെ ഇന്നർ പാർട്ടിലേക്ക് ഡിറക്ട് ചെയ്ത് വെക്കണം. അപ്പൊ ദിസ് എൻഷോർസ് എന്ത് നോൺ പോളാർ ടെയിൽ ഇസ് പ്രൊട്ടക്റ്റഡ് ഫ്രം അക്വസ് എൻവയൺമെന്റ്. ഇനി ലിപ്പിഡ് കോമ്പണന്റ്, നമ്മുടെ മെംബ്രെയിൻ എടുത്ത് നോക്കിയാൽ അതിന്റെ ലിപ്പിഡ് കോമ്പണന്റ് മെയിൻലി ഏതിന്റെ കോമ്പോസിഷൻ ആണ്? മെയിൻലി ഓഫ് ഫോസ്ഫോഗ്ലിസറൈഡ്സ്. ഇനി അത് കൂടാണ്ട് ബയോകെമിക്കൽ കോമ്പോസിഷൻ പറയുമ്പോൾ നമുക്ക് അതിന്റെ മെയിൻ ലിപ്പിഡ് ആണ്, അതായത് ഫോസ്ഫോഗ്ലിസറൈഡ്സ്. അത് കൂടാണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം. അത് കൂടാണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ്? ഗ്ലൈക്കോസൈലേഷൻ വഴി ഗ്ലൈക്കോലൈപ്പിഡ്സ് ആയിട്ടും ഗ്ലൈക്കോ പ്രോട്ടീൻസും ആയിട്ടും സ്ട്രക്ചറിൽ കാണാൻ പറ്റും. ആൻഡ് അഗെയിൻ പ്രോട്ടീൻ ഇന്റഗ്രൽ ആയിട്ടും പെരിഫറൽ പ്രോട്ടീൻ ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, റേഷ്യോ, ഈ പ്രോട്ടീന്റെയും ലിപ്പിന്റെയും റേഷ്യോ ഡിഫറെന്റ് സെൽ ടൈപ്സിന് ഡിഫറെന്റ് ആയിരിക്കും. ഇനി ജസ്റ്റ് ഫാക്ട് പോലെ ഇതറിഞ്ഞിരിക്കുക, ഹ്യൂമൻ ബീങ്സിലെ RBCന്റെ മെംബ്രെയിൻ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ്? അതിന്റെ കോമ്പോസിഷൻ ബീയിങ് പ്രോട്ടീൻ ഗിവൺ 52% ആൻഡ് ലിപ്പിഡ് ഗിവൺ 40%. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ആർ പ്ലാസ്മിഡ്സ്? പ്ലാസ്മിഡ്സ് എന്താണ്? അതിന്റെ റോൾ എന്താണ് ഇൻ ബാക്ടീരിയ? അപ്പോ പ്ലാസ്മിഡ് എന്താണ്? ഫസ്റ്റ് അറിഞ്ഞിരിക്കണം, അത് ആക്ച്വലി DNA ആണ്. DNA-നോട് സമമായിട്ടുള്ള സാധനമാണ് പ്ലാസ്മിഡും. പക്ഷെ അവരെങ്ങനെയാണ്? DNA-ന്റെ എക്സാക്ട് അല്ല, നമ്മുടെ ഹ്യൂമൻസിലൊക്കെ കാണുന്ന DNA പോലെയല്ല. ദേ ആർ സ്മോളർ DNA. എവിടെ കാണുന്ന? ഇൻ ബാക്ടീരിയ. ആൻഡ് അതിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ജീനോമിക് DNA. ബാക്ടീരിയൽ സെല്ലിലും എന്തുണ്ട്? ജീനോമിക് DNA ഉണ്ട്. ആ ജീനോമിക് DNA കൂടാണ്ട് ഒരു ചെറിയ DNA ആ സെല്ലില് പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡ് ദി ജീനോമിക് DNA കാണുന്ന ഒരു ചെറിയ DNA ഫൗണ്ട് ഇൻ ബാക്ടീരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസ്മിഡ്സ്. ഇനി പ്ലാസ്മിഡ് DNAയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഇമ്പാർട്സ് നമ്മുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു ബാക്ടീരിയന്റെ ഉള്ളിലാണ് അത് പ്രസന്റ് എങ്കിൽ ആ ബാക്ടീരിയയിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ലൈക്ക് സം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അങ്ങനെ ചില പ്രത്യേകതയുള്ള ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ഈച്ച് ആൻഡ് എവറി ബാക്ടീരിയ. എല്ലാത്തിലും ഇല്ല, പക്ഷെ ചിലതില് ഇത് പ്രസന്റ് ആണ്. അതും കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? അതിന്റെ ഉള്ളില്, ആ ബാക്ടീരിയന്റെ ഉള്ളില് ഈ ക്യാരക്ടർ, ഫിനോടിപ്പിക് ക്യാരക്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു സ്മോളർ DNA കോൾഡ് പ്ലാസ്മിഡ് പ്രസന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇമ്പാർട്സ് ചില എന്തെന്ന് പറയാൻ പറ്റും? certain phenotypic characteristics. എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇനി ഈ പ്ലാസ്മിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെന്നും കൂടി മോണിറ്റർ ചെയ്യാൻ പറ്റും? ഈ DNA is used to monitor bacterial transformation with foreign DNA. നമുക്ക് ഫോറിൻ DNA ആയിട്ടുള്ള ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഈ DNA ഉപയോഗിക്കാം. ഇനി സൊല്യൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇൻ അഡീഷൻ ടു ദി ജീനോമിക് DNA, അതായത് ജീനോമിക് DNA എന്താണ്? നമ്മുടെ മെയിൻ DNA, അതായത് ഓരോ സെല്ലിൽ കാണുന്ന മെയിൻ DNA. അത് ബാക്ടീരിയൽ സെല്ലിലാണ് എടുത്തു നോക്കുന്നെങ്കിൽ സിംഗിൾ ക്രോമസോം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കുലർ DNA ആയിരിക്കും. ഇത് കൂടാണ്ട്, ജീനോമിക് DNA കൂടാണ്ട് ചില ബാക്ടീരിയയിൽ ചെറിയ സർക്കുലർ DNA ഉണ്ടാവും ഔട്ട്സൈഡ് ദ ജീനോമിക് DNA. ഇതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് വിളിച്ചത്. ആൻഡ് ഇറ്റ് ഇമ്പാർട്സ് അല്ലെങ്കിൽ കൺഫേഴ്സ് ചില യൂണീക്ക് ആയിട്ടുള്ള ഫിനോടിപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. ഇനി ഇറ്റ് ഇസ് ഓൾസോ യൂസ് ടു മോണിറ്റർ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ഫോറിൻ DNA. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റി അറിയണം? പ്ലാസ്മിഡ്സിനെ പറ്റി അറിയാം. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? What are histones? What are their functions? അപ്പൊ ബേസിക്കലി അറിയേണ്ടത്
ഹിസ്റ്റോൺ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം അതൊരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ആൻഡ് പ്രോട്ടീൻ ആന്ന് പറഞ്ഞു. പ്രോട്ടീൻ അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം, പ്രോട്ടീൻ ആണ്. ആൻഡ് ഇത് എവിടെയാണ് കാണുന്നത്? ഫൗണ്ട് ഇൻ യൂക്കറിയോട്ടിൽ. യൂക്കറിയോട്ടിൽ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, യൂക്കറിയോട്ടിൽ എവിടെയെന്നും കൂടി അറിയണം. യൂക്കറിയോട്സിന്റെ ന്യൂക്ലിയയിലാണ് നമുക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ കാണാൻ പറ്റുന്നത്. ഇനി ഈ പ്രോട്ടീന്റെ ഒരു പ്രത്യേകത എന്താ? ദീസ് ആർ ഹൈലി ആൽക്കലൈൻ. അപ്പോൾ ഹൈലി ആൽക്കലൈൻ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഫൗണ്ട് ഇൻ യൂക്കറിയോട്സ്, യൂക്കറിയോട്ടിന്റെ ന്യൂക്ലിയൈ. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്താണ്? നമ്മുടെ DNA നമുക്കറിയാം, DNA ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഈ DNA ഒരു ചെറിയ സെല്ലിന്റെ ഉള്ളിൽ തന്നെ ന്യൂക്ലിയസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഭയങ്കര കമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ പാക്കേജ് ചെയ്ത് നമുക്ക് DNA ഇത്രയും ചെറുതായിട്ട് ന്യൂക്ലിയസിനുള്ളിൽ സ്റ്റോർ ചെയ്യാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് package of DNA in the nucleus. ഇനി അവര് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യും? ജീൻ റെഗുലേഷനും കൂടി നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഹിസ്റ്റോൺസിനെ പറ്റി ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇനി സൊല്യൂഷൻ എന്താണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ്, യൂക്കറിയോട്ടിലെ ന്യൂക്ലിയസിനുള്ളിലാണ് കാണുന്നത്. ആൻഡ് ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. നമുക്കറിയാം അസിഡിക് ആണെങ്കിൽ നെഗറ്റീവ് ചാർജും ബേസിക് ആണെങ്കിൽ പോസിറ്റീവ് ചാർജും ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ബേസിക് പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ വിളിക്കുന്നത്. ആൻഡ് ഇസ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ് ഓഫ് യൂക്കറിയോട്സ്. ഇനി ഈ ഹിസ്റ്റോൺസ് എങ്ങനെയാണ്? ദേ ആർ റിച്ച് ഇൻ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ്. അതായത് നമുക്കറിയാം ബേസിക് പ്രോട്ടീൻ ആണ്. അപ്പൊ ബേസിക് അമിനോ ആസിഡ് കൊണ്ടാണ് റിച്ച് എന്ന് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കണം. അപ്പോ ഈ റെസിഡ്യൂസ് ഏതാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. സ്പെസിഫിക്കലി ലൈസീൻസ് ആൻഡ് ആർജിനീൻസ്. ലൈസീൻ ആൻഡ് ആർജിനീൻ. ഇനി ബോത്ത് ദി അമിനോ ആസിഡ് റെസിഡ്യൂസ്, അതായത് രണ്ട് അമിനോ ആസിഡും ഇതിൽ തന്നിരിക്കുന്ന ലൈസീൻ ആയാലും ആർജിൻ ആയാലും പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹോൾ ഹിസ്റ്റോൺസിന് എങ്ങനെയായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇനി നമ്മൾ ഹിസ്റ്റോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്തു? ഒരു ഒക്ടാമർ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഒക്ട എന്ന് പറഞ്ഞാൽ 8 നമ്പർ. അപ്പോ 8 മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയ ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ആൻഡ് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA എങ്ങനെയാണ്? നമുക്കറിയാം അതിനെ പാക്ക് ചെയ്ത് വെക്കണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു തരത്തിലുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് വേണം. ഇനി ഇങ്ങനെ കൺസൈസ് ആയിട്ട്, അതായത് കംപാക്ട് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെയാണ്. അപ്പൊ ഇറ്റ് ഇസ് റാപ്ഡ് അറൌണ്ട് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. ആൻഡ് ഈ റാപ്പിംഗ് കഴിയുമ്പോൾ നമ്മൾ അതിന് പുതിയൊരു പേര് വിളിക്കും. അതായത് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA റാപ്ഡ് അറൌണ്ട് എന്തുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു? ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ കൺസിസ്റ്റിംഗ് ഓഫ് 8 മോളിക്യൂൾസ് ഓഫ് ഹിസ്റ്റോൺസ്. അപ്പൊ അതിന് നമ്മൾ ന്യൂക്ലിയോസോംസ് എന്ന് വിളിച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസോമിന്റെ ഒരു ചെറിയ പ്രത്യേകത പറയാണ്. ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ അറൌണ്ട് 200 ബേസ് പെയർസ് ഓഫ് DNA ഹെലിക്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് MCQ ആയിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ എത്രത്തോളം ബേസ് പെയർസ് ഉണ്ടാവും എന്നുള്ളത്. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് മസ്റ്റ് എ സെൽ ഹാവ് ടു ബി കോൾഡ് എ ലിവിങ് സെൽ? അതായത് എന്തെല്ലാം ബേസിക് സ്ട്രക്ചറൽ ആയിട്ടുള്ള, അതായത് അതിന്റെ സ്ട്രക്ചറോട് അനുബന്ധപ്പെട്ടത്, ആൻഡ് ഫങ്ഷൻ, അത് ആ സെല്ല് എന്താണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഇത്തരം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് ടു ബി കോളിംഗ് എ സെൽ ആസ് ലിവിങ്. ഒരു സെല്ലിനെ ലിവിങ് എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഇപ്പൊ നമ്മൾ ലിവിങ് വേൾഡ് പഠിച്ചിരുന്നു. ഒരു ഓർഗാനിസത്തിനെ ലിവിങ് ഇതേപോലെ ഒരു സെല്ലിന് എന്തൊക്കെ വേണം? ടു ബി ലിവിങ്. ഒന്നാമത്തത് സെൽ മെംബ്രെയിൻ. ആൻഡ് സെൽ മെംബ്രെയിൻ നമ്മളിപ്പോ ജസ്റ്റ് കണ്ടതിലോ ഔട്ടർ മെംബ്രെയിൻ ആണ് സെല്ലിന്റെ. ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് സെൽ വാൾ അത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ ആവും. സെൽ വാൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെൽ വാളിന്റെ ഉള്ളിലുള്ള മെംബ്രെയിൻ ആവും. ആൻഡ് ഇറ്റ് ഇസ് എൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ബൈ ലെയർ ആയിട്ടുള്ള ലിപ്പിഡ്സ്, അതായത് ഫോസ്ഫോ ലിപ്പിഡ്സ്.
മെയ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് എന്നുള്ളത് ഞാൻ എഴുതുന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ഇനി ഇത് കൂടാണ്ട് എന്ത് വേണം? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം നമുക്ക് എന്താണെന്നറിയാം. എന്താണ്? നമ്മുടെ സെല്ലിൽ ഉള്ള സെല്ലിന്റെ മെംബ്രെയിന്റെ ജസ്റ്റ് ഉള്ളിലുള്ള ഹോൾ ലിക്വിഡ് ആണ്. ആൻഡ് ഈ ലിക്വിഡിൽ എന്തൊക്കെ ഉണ്ട്? കുറെ ഓർഗാനിക്കും ഇനോർഗാനിക്കും കമ്പൗണ്ട്സും ബാക്കിയുള്ള ഓർഗനൽസും ഒക്കെ ലൈ ചെയ്തിരിക്കും. ആൻഡ് ഇവിടെയുള്ള സൈറ്റോപ്ലാസത്തിലുള്ള ഓർഗനൽസ് ഒക്കെ കാരണം നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും? റീപ്രൊഡക്ഷനുള്ള എനർജി, മെറ്റീരിയൽ എല്ലാം എവിടെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലും. ഇനി മൂന്നാമത്തെ എന്താണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA ഉണ്ട്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് DNA കോമ്പാക്ട് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിലാണ്. അപ്പൊ അതിന് ന്യൂക്ലിയസിൽ ഫസ്റ്റ് തിങ് പറയേണ്ടത് അതിന് DNA ഉണ്ട്. ആൻഡ് അത് കൂടാണ്ട് ഒരു ന്യൂക്ലിയർ മാട്രിക്സ് ഉണ്ട്. ഓർ ആ ന്യൂക്ലിയർ മാട്രിക്സിനെ നമ്മൾ എന്തെന്നും കൂടി വിളിച്ചു? ന്യൂക്ലിയോ പ്ലാസം. സെല്ലിന്റെ ഉള്ളിലെ മെട്രിക്സിനെ സൈറ്റോപ്ലാസം എന്ന് വിളിച്ചാൽ ന്യൂക്ലിയസിന്റെ ഉള്ള മെട്രിക്സിനെ ന്യൂക്ലിയോ പ്ലാസം എന്ന് വിളിക്കാം. അപ്പൊ അതിന് DNA ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഒരു ന്യൂക്ലിയർ മാട്രിക്സ് ഓർ ന്യൂക്ലിയോ പ്ലാസം. ഇപ്പൊ ന്യൂക്ലിയോ പ്ലാസം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് അവരെ എന്തെന്നും കൂടി നമുക്ക് വിളിക്കാം? നമ്മുടെ സെല്ലിന്റെ ബ്രെയിൻ എന്നും കൂടി വിളിക്കാം. കാരണം എന്താണ്? നമുക്കറിയാം എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും ക്യാരി ഔട്ട് ചെയ്യുന്നതും എല്ലാം സിഗ്നൽ ചെയ്യുന്നതും ഒരു സെല്ലിൽ എന്തൊക്കെ നടക്കണം എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഫാമിലി എന്നൊക്കെ പറയുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ബ്രെയിൻ ഓഫ് ദി സെൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? ഇറ്റ് കൺട്രോൾസ് ഓൾ ആക്ടിവിറ്റീസ്. അപ്പോൾ സെൽ ലിവിങ് ആവണമെങ്കിൽ സെൽ മെംബ്രെയിൻ വേണം, സൈറ്റോപ്ലാസം വേണം, ന്യൂക്ലിയസ് വേണം. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയേക്കുക, കാരണം ക്വസ്റ്റ്യൻ ഇസ് ലോങ് ആൻസർ. അപ്പോ സൊല്യൂഷന് തന്നിരിക്കുന്ന എന്താ? എല്ലാ സെൽസിനും എന്തുണ്ട്? ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് വിളിച്ചു. ഇനി ഓരോ സെല്ലിന്റെ ഉള്ളിലും എങ്ങനെയുണ്ട്? ഒരു കംപ്ലീറ്റ്ലി മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, വിച്ച് ഇസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി സെൽ അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് ദി സെൽ എന്ന് പറയും. ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഈ ന്യൂക്ലിയസിൽ എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട്. ആൻഡ് ഈ ക്രോമസോംസിലാണ് നമ്മുടെ എന്ത് കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ DNA. അപ്പോ ക്രോമസോംസ് വിച്ച് ഇൻ ടേൺ കണ്ടെയ്നിങ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓർ DNA. ഇനി നമുക്ക് ബേസിക്കലി അറിയാം എന്ത്? യൂക്കരിയോട്ടും പ്രോകരിയോട്ടും ഡിവൈഡഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയ ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഇനി രണ്ടിലും പ്രോകരിയോട്ടിലായാലും യൂക്കരിയോട്ടിലായാലും എന്തുണ്ട്? ഒരു സെമി ഫ്ലൂയിഡ് മെട്രിക്സ് ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് സൈറ്റോപ്ലാസം. ആൻഡ് അതാണ് നമ്മുടെ സെല്ലിന്റെ ഹോൾ വോള്യൂം കംപ്ലീറ്റ്ലി ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി സൈറ്റോപ്ലാസം നമ്മുടെ സൈറ്റോപ്ലാസത്തിലാണ് മെയിൻ സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ പല ചാപ്റ്ററും പഠിച്ചപ്പോൾ ഓർഗനൽസ് ഒക്കെ സൈറ്റോപ്ലാസത്തിലാണ്. അപ്പൊ അതിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസും ഇനോർഗാനിക് ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസും എല്ലാം എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസ്റ്റിൽ. പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ടാക്കുന്ന എനർജി റിലീസ് ചെയ്യുന്ന എങ്ങോട്ടാണ്? സൈറ്റോപ്ലാസ്റ്റിലാണ്. അപ്പോൾ വേരിയസ് കെമിക്കൽ റിയാക്ഷൻസും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു സെല്ലിനെ കൺസേൺ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ മെയിൻ അറീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ ആക്ച്വലി ലിവിംഗ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? അത് നമ്മുടെ ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ മാത്രം ഇത്തരം ലിവിങ് റിയാക്ഷൻസ് കാണാൻ പറ്റുന്നുള്ളൂ. ഇനി ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് അക്കർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സെല്ലിനെ എന്തെന്ന് വിളിക്കാം? നമ്മുടെ സെല്ല് ലിവിങ് സ്റ്റേറ്റിലാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബിസൈഡ്സ് ദ ന്യൂക്ലിയസിന് കൂടാണ്ട് യൂക്കറിയോട്ടിക് സെൽസിന് എന്തുണ്ട്? അതർ മെംബ്രെയിൻ ബൗണ്ട് ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ആസ് ഓർഗനൽസ്. നമുക്കറിയാം സൈറ്റോപ്ലാസ്റ്റിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഇൻ യൂക്കറിയോട്സ്, അതായത് സെൽ ഓർഗനൽസ്. ഈ സെൽ ഓർഗനൽസിൽ എന്തൊക്കെ വരും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി കോംപ്ലക്സ്, ലൈസോസോം, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ് ആൻഡ് വാക്യൂൾസ്. ഇതിന്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ്. മൈറ്റോകോൺട്രിയ ആൻഡ് വാക്യൂൾസ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെല്ലിൽ കാണാൻ പറ്റുന്ന മെംബ്രെയിൻ ബൗണ്ട് ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചേഴ്സ്. ഇനി പ്രോകരിയോട്ടിക് സെൽസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എങ്ങനെയാണ്? ആബ്സെന്റ് ആയിരിക്കും. ദേ ലാക്ക് സച്ച് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ആൻഡ് റൈബോസോംസ് എങ്ങനെയാണ്? നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. ആൻഡ് നോൺ മെംബ്രെയിൻ ബൗണ്ട് ആയതുകൊണ്ട് പ്രോകരിയോട്സിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. റൈബോസോംസ് ആർ പ്രസന്റ് ഇൻ ഓൾ സെൽസ്, ബോത്ത് യൂകരിയോട്ടിക് ആസ് വെൽ ആസ് പ്രോകരിയോട്ടിക്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു?
structural and functional attributes making a cell living. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ബ്രീഫ്ലി ഗിവ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി ഫോളോയിങ് സയന്റിസ്റ്റ് ഇൻ ഫോർമുലേറ്റിംഗ് ദ സെൽ തിയറി. അപ്പോൾ എന്താണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫോളോയിങ് സയന്റിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? റുഡോൾഫ് വെർച്ചോ. അപ്പോൾ റുഡോൾഫ് വെർച്ചോനെ പറ്റി നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? നമ്മുടെ സ്ലീഡൻ ആൻഡ് ഷ്വാൻ എന്ത് കൊണ്ടുവന്നിരുന്നു? സെൽ തിയറി കൊണ്ടുവന്നിരുന്നു. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി ആ സെൽ തിയറിനെ കംപ്ലീറ്റ് ആക്കിയത് ആരാണ്? റുഡോൾഫ് വെർച്ചോ. റുഡോൾഫ് വെർച്ചോ. ഇനി അയാൾ എന്ത് കൊണ്ടുവന്നു? മോഡേൺ തിയറി ഓഫ് സെൽ. അതായത് എന്താണ്? ഓരോ ഉണ്ടാവുന്ന സെൽസും ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് ഒരു സെൽസും എന്താണ് വെറുതെ ഉണ്ടായി വരുന്നല്ല, അത് മുന്നേ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ല് ഡിവൈഡ് ചെയ്ത് ഉണ്ടായി വരുന്ന ആര് പ്രൂവ് ചെയ്തു? നമ്മുടെ റുഡോൾഫ് വെർച്ചോ. അയാൾ എന്തും കൂടി ചെയ്തു? മോഡിഫൈഡ് എന്ത്? ഹൈപ്പോതെസിസ് ഫോർ സെൽ തിയറി ബൈ സ്ലീഡൻ ആൻഡ് ഷ്വാൻ. ആൻഡ് മേഡ് ഇറ്റ് കംപ്ലീറ്റ്. അതായത് സ്ലീഡൻ ഷ്വാൻ 2 പോയിന്റ്സ് വന്നിരുന്നു, അതിൽ ഈ റുഡോൾഫ് വെർച്ചോന്റെ പോയിന്റും കൂടി വന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ സെൽ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? എല്ലാ ലിവിങ് ഓർഗാനിസംസും, ഓൾ ലിവിങ് ഓർഗാനിസംസ് എടുത്തു നോക്കിയാൽ നമുക്ക് അവരുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ യൂണിറ്റ് എന്തെന്ന് കാണാൻ പറ്റും? സെൽസ് ആണെന്ന് മനസ്സിലായി. ആൻഡ് സെൽസ് മാത്രമല്ല, സെൽസിന്റെ പ്രോഡക്ട്സും. ഇനി സെക്കൻഡ് പോയിന്റ് നമ്മുടെ റുഡോൾഫ് വെർച്ചോ കൊണ്ടുവന്നത് എന്താ? എല്ലാ ഉണ്ടായി വരുന്ന സെൽസും ആർ ഫ്രം അല്ലെങ്കിൽ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് all new cells അല്ലെങ്കിൽ all newly formed cells are formed from the pre-existing cells. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? സ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. അപ്പൊ സ്ലീഡൻ ആൻഡ് ഷ്വാനെ പറ്റി മെയിൻലി എന്താണ് പറയാനുള്ളത്? നമ്മുടെ സെൽ തിയറി മുന്നോട്ട് കൊണ്ടുവന്നു. ആൻഡ് ഇത് കൂടാണ്ട് തന്നെ സെൽ തിയറി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ത്? സ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ് സെൽ തിയറി കൊണ്ടുവന്നെന്നുള്ള കാര്യം. സ്ലീഡൻ ആൻഡ് ഷ്വാന്റെ സെൽ തിയറി. ഇത് കൂടാണ്ട് ഷ്വാൻ എന്തോ എക്സ്ട്രീം കൂടെ കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഇയാള് ഒരു ആനിമൽ സെൽസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. ആൻഡ് അതിൽ എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ഈ ആനിമൽ സെൽസിനെ സറൗണ്ട് ചെയ്ത് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞൊരു തിൻ ലെയർ ആണ്. ആൻഡ് ആ തിൻ ലെയറിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. ആനിമൽ സെൽസ് ഹാഡ് എ തിൻ ലെയർ. ആൻഡ് അത് ഇത്രേ അയാൾ പറഞ്ഞുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ലേറ്റർ വന്ന സയന്റിസ്റ്റ് ആണ് അതിന് പേരിട്ട് കൊടുത്തത് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ ബേസിക്കലി പ്ലാസ്മ മെംബ്രെയിന്റെ സ്റ്റാർട്ടിങ് ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ തിയഡോർ ഷ്വാൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിൽ പ്ലാന്റ് സെൽസിനെ പഠിച്ചു. പ്ലാന്റ് സെൽസിനെ പഠിച്ചിട്ട് എന്ത് കണ്ടു? പ്രസൻസ് ഓഫ് സെൽ വാൾ. പ്രസൻസ് ഓഫ് സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അങ്ങനെ സെൽ വാളും കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയാണ് ആരുടെ? രണ്ടുപേരെയും കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1838 മാത്തിയാസ് സ്ലീഡൻ എന്ന് പറയുന്നത് അയാൾ ആരായിരുന്നു? ഒരു ജർമ്മൻ ബോട്ടണിസ്റ്റ് ആയിരുന്നു. ആൻഡ് അയാൾ കുറെ പ്ലാന്റ്സിനെ ഒബ്സർവ് ചെയ്തു. ആൻഡ് പ്ലാന്റ്സിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഉണ്ടെന്ന് അറിയാം. ആൻഡ് ഈ സെൽസ് ഫോം ചെയ്ത് ടിഷ്യൂസ് ഉണ്ടാക്കി എന്നറിയാം. ആൻഡ് ഇതേ സമയം നമ്മുടെ തിയഡോർ ഷ്വാൻ, അത് അയാളൊരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിരുന്നു. ഇതേ നേരം ഷ്വാൻ എന്ത് കണ്ടുപിടിച്ചു? ആനിമൽ സെൽസിനെ കുറിച്ച് സ്റ്റഡി നടത്തി. എന്നിട്ട് ഇപ്പൊ ഉള്ള പ്ലാസ്മ മെംബ്രെയിൻ അയാൾ അപ്പോഴേ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് ഈ പ്ലാന്റ്സിലെ സ്റ്റഡി വെച്ച് അയാൾ എന്ത് പറഞ്ഞു? പ്രസൻസ് ഓഫ് സെൽ വാൾ ഇസ് എ യുണീക് ക്യാരക്ടർ ഫോർ ജസ്റ്റ് പ്ലാന്റ് സെൽസ്. അതായത് അത് ആനിമലിനില്ല, ഈ സെൽ വാൾ ഏതിന് മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ബേസിസിൽ ഷ്വാൻ ഒന്നും കൂടി പ്രൊപ്പോസ് ചെയ്തു. എന്ത്? ഒരു ഹൈപ്പോതെസിസ്. ആ ഹൈപ്പോതെസിസ് എന്താണ്? അതായത് നമ്മുടെ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ബോഡി എങ്ങനെയാണ്? അവരുടെ ബേസിക് യൂണിറ്റ്സ്, സ്ട്രക്ചറൽ യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്.
ഇനി ഇവർ രണ്ടുപേരും, ഒരാൾ ബോട്ടണിസ്റ്റ്, ഒരാൾ സുവോളജിസ്റ്റ്, അവർ രണ്ടുപേരും ടുഗെദർ ഒരുമിച്ച് വന്ന് എന്ത് ഫോർമുലേറ്റ് ചെയ്തു? നമ്മുടെ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തു. ഇനി ഈ സെൽ തിയറിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്താന്ന് വെച്ചാല് അത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, എങ്ങനെ പുതിയ സെൽസ് ഉണ്ടായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഹൗ ന്യൂ സെൽസ് ആർ ഫോംഡ് എന്ന് അവർക്ക് ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. ആ ആൻസർ കൊണ്ടുവന്ന ആരാണ്? 1855 റുഡോൾഫ് വെർച്ചോ. അയാൾ പറഞ്ഞു എന്താണ്, ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് ന്യൂ സെൽസ് ഉണ്ടാവുന്നത്. അതിന് നമ്മളൊരു പേര് കൊടുത്തു, ഒംനിസ് സെല്യൂല ഈ സെല്യൂല. എന്നിട്ട് ഷ്രീഡൻ ആൻഡ് ഷ്വാൻ കൊണ്ടുവന്ന ഹൈപ്പോത്തിസിനെ മോഡിഫൈ ചെയ്ത് സെൽ തിയറിക്ക് ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ കംപ്ലീറ്റഡ് സെൽ തിയറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? എല്ലാ ലിവിങ് ഓർഗാനിസംസും ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ഇനി എല്ലാ സെൽസും എങ്ങനെയാണ്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ ദേ ഓൾസോ എക്സ്പ്ലെയിൻഡ് ടുഗെദർ ദി ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ്. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് എക്സ്ട്രാ ജീനോമിക് DNA പ്രസന്റ് ഇൻ പ്രോകറിയോട്സ് ആൻഡ് യൂകറിയോട്സ്? അതായത് രണ്ടിലും, പ്രോകറിയോട്ട് ആയാലും യൂകറിയോട്ടിലായാലും ഈ എക്സ്ട്രാ ജീനോമിക്, അതായത് മെയിൻ ജീനോമിനെ കൂടാതെ ഒരു DNA പ്രസന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അത് ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ദെയർ ലൊക്കേഷൻ ഇൻ ബോത്ത് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? എക്സ്ട്രാ ജീനോമിക് DNA നമുക്ക് പ്രസന്റ് ആണെന്ന് പറയാൻ പറ്റും. ഏതിന്? രണ്ടിനും, പ്രോകറിയോട്ടിനും യൂകറിയോട്ടിനും. അതായത് നമ്മുടെ മെയിൻ ജീനോമിക് DNA കൂടാണ്ട് കുറെ ബാക്ടീരിയ, അതായത് പ്രോകറിയോട്സിന് എന്തുണ്ട്? ചെറിയ സ്മോൾ സർക്കുലർ DNA ഉണ്ട്. അതിനാണ് നമ്മൾ ഇച്ചിരി മുമ്പ് പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിച്ചത്. ഇനി പ്ലാസ്മിഡ്സിന്റെ പ്രത്യേകത എന്താണ്? ദേ കൺഫർ ചില യുണീക് ഫിനോട്ടിപ്പിക് ക്യാരക്ടറിസ്റ്റിക്, അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലെയുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇസ് യൂസ്ഡ് ടു മോണിറ്റർ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ഫോറിൻ DNA. ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു നോർമൽ ബാക്ടീരിയ വിത്തൗട്ട് എ പ്ലാസ്മിഡ്, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയനെ എടുത്തു വിത്ത് നോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം ഇൻഡയറക്ട്ലി അങ്ങനെ ഒരു പ്ലാസ്മിഡ് അതിന്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളത്. ആൻഡ് മറ്റേ ബാക്ടീരിയയിൽ എന്തെടുത്തു? അതായത് അതിന് ആ പ്ലാസ്മിഡ് ഉണ്ട് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും ഉണ്ട്. ആൻഡ് അവര് മേറ്റ് ചെയ്ത്, അതായത് ഒരേ കണ്ടീഷനിൽ അവരെ ഒരുമിച്ചിട്ടപ്പോ അവരെ മേറ്റ് ചെയ്യാൻ അനുവദിച്ചപ്പോ നമ്മൾ എന്ത് കണ്ടു? അതായത് നമ്മുടെ ഇല്ലാത്ത ബാക്ടീരിയയും പിന്നീട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങി. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ. ഇനി നമ്മുടെ യൂകറിയോട്സിൽ നോക്കുകയാണെങ്കിൽ, പ്രോകറിയോട്ടിൽ പറഞ്ഞു പ്ലാസ്മിഡിന്റെ ഫോമിലാണ് എന്ത് കാണുന്നത്? എക്സ്ട്രാ ജീനോമിക് DNA. അതേപോലെ യൂകറിയോട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ എക്സ്ട്രാ ജീനോമിക് DNA എവിടെയാണ്? രണ്ട് ഓർഗനൽസിലാണ് കാണുക, മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. മൈറ്റോകോൺട്രിയയിലും പ്ലാസ്റ്റിഡ്സിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? എക്സ്ട്രാ ജീനോമിക് DNA. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആർ കോറിലേറ്റബിൾ ഇൻ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് can you justify this by taking plasma membrane as an example? അപ്പൊ നമുക്കറിയാം എന്താണ് പ്ലാസ്മ മെംബ്രെയിനിൽ എന്താണ്? അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. ഇനി ഈ ലിപ്പിഡ്സിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നമുക്കറിയാം. പുറത്തുള്ള അക്വസ് സബ്സ്റ്റൻസസിന് നമ്മുടെ ഹൈഡ്രോഫോബിക് ടെയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രോഫോബിക് സാധനങ്ങളെല്ലാം ഡിറക്റ്റഡ് ഇൻവേർഡ്സ് ആയിരിക്കും, വിത്ത് ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ പോളാർ ഹെഡ് ഡിറക്റ്റഡ് ഔട്ട്വേർഡ്സ്. ഇനി ഇങ്ങനെ അവരുടെ അറേഞ്ച്മെന്റ്, ബൈ ലെയർ ലിപ്പിഡ് അറേഞ്ച്മെന്റ് കഴിയുമ്പോൾ അവര് ആ മെംബ്രെയിൻ എന്ത് കൊടുക്കും? ഒരു നേച്ചറൽ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് പാസ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ മോളിക്യൂൾസ് ഉള്ളിലോട്ടും, കുറച്ചുള്ള മെംബ്രെയിന് ഉള്ളിലുള്ള കുറച്ച് സാധനം പുറത്തേക്കും. അതായത് ചില സാധനങ്ങളെ കടത്തിവിടും, ചിലതിനെ കടത്തിവിടില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെലക്റ്റീവ് പെർമിയബിലിറ്റി. ഇനി അപ്പൊ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തുണ്ട് നമുക്ക് മനസ്സിലായി? സെലക്റ്റീവ് പെർമിയബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ സെലക്റ്റീവ് പെർമിയബിലിറ്റി ഉള്ളതുകൊണ്ട് ഇതാരാണ് ഈ സെലക്റ്റീവ് പെർമിയബിലിറ്റി കോൺഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇതിന്റെ സെലക്റ്റീവ് പെർമിയബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അലൗ ചെയ്യുന്നത്. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷേപ്പ് ഓഫ് ദ സെൽ അതിന്റെ വേരിയസ് ഫംഗ്ഷൻ വെച്ച് മാറിക്കൊണ്ടിരിക്കാം. കാരണം എന്താ? ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാം RBC റൗണ്ട് ആണ് ആൻഡ് ബൈ കോൺകേവ് ആണ്. ആൻഡ് ആ ഷേപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെന്ന് മനസ്സിലായി? വേരിയസ് കാപ്പിലറീസ്, അതായത് തിൻ ആയിട്ട് വരുന്ന വെസൽസിനുള്ളിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പാസ് ആവാനാണ്. അതായത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഇങ്ങനെ ഉള്ളിലെ കൂടി പാസ് ചെയ്യാനാണ് അവരുടെ ആ പ്രത്യേക ഷേപ്പ്. ആൻഡ് ദിസ് ഓൾസോ ഹെൽപ്സ് ഇൻ ക്യാരിയിങ് മോർ ഓക്സിജൻ. ഇത് O2 ആണ്, ക്യാരിയിങ് മോർ ഓക്സിജൻ. ഇനി
WBCs എങ്ങനെയാണ്? അവര് അമീബോയിഡ് ഷേപ്പാണ്. കാരണം എന്താ? അവർക്കൊരു പ്രത്യേക ഷേപ്പിൽ അവർ ചെറുതായിട്ട് ഷേപ്പ് ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? ഡയാപീഡസിസ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഈ WBCs നമ്മുടെ വെസൽസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാനാണെങ്കിൽ എന്തെങ്കിലും കാപ്പിലറി ലീക്കേജ് എന്തെങ്കിലും ഉണ്ടായാൽ ആ ലീക്കേജ് തടയാൻ വേണ്ടി നമ്മുടെ WBC അവിടെ പോയി തങ്ങി നിൽക്കും. അങ്ങനെ തങ്ങി നിൽക്കണമെങ്കിൽ അത്രയും ചെറിയതിന്റെ ഉള്ളിൽ അവർക്ക് കടക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ കടക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ ഷേപ്പ് ഉണ്ടാവാൻ പാടില്ല. അവർ റിജിഡ് ആവാൻ പാടില്ല. അപ്പൊ അതിന് അവർക്ക് എങ്ങനെയാണ്? അമീബോയിഡ് ഷേപ്പ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഡയാപീഡസിസ്. ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന്റെ നേച്ചർ എങ്ങനെയാന്ന് പറഞ്ഞു? ക്വാസി ഫ്ലൂയിഡ് നേച്ചർ. അതായത് ലിപ്പിഡ്, മെയിൻ കണ്ടന്റ് ആയ ലിപ്പിഡ് ആണ് ഇത് ഈ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ പ്ലാസ്മ മെംബ്രെയിന് എനേബിൾ ചെയ്യുന്നത്. ആൻഡ് ഈ നേച്ചർ കാരണം അവർക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഓവറോൾ ബൈ ലെയറിൽ കൂടി നമുക്ക് ലേറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് കാണാൻ പറ്റും. ആൻഡ് ഈ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട്, അതായത് ഈ എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിൻ, അതായത് ചില മെറ്റീരിയൽസിന് പുറത്തോട്ടും ചില മെറ്റീരിയൽസിന് ഉള്ളിലോട്ടും പോകാൻ പറ്റുന്ന ആ ഒരു അവസ്ഥക്ക് നമ്മൾ എന്തെന്ന് പേരിട്ടു? ഫ്ലൂയിഡിറ്റി എന്ന് പേരിട്ടു. ആൻഡ് ഈ ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ദി മെംബ്രെയിൻ എങ്ങനെയാണ്? നമ്മുടെ പല ഫങ്ഷൻസിനും ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് സെൽ ഗ്രോത്ത്, ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ്, സെക്രീഷൻ, എൻഡോസൈറ്റോസിസ്, സെൽ ഡിവിഷൻ എക്സെട്ര. അപ്പോ ഇത്തരം ഫങ്ഷൻസിന് നമ്മുടെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ആയിട്ടുള്ള നമ്മുടെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്തിനെ ഹെൽപ്പ് ചെയ്തു? ഒരുപാട് ഫങ്ഷൻസിനെ എനേബിൾ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരാളുടെ സ്ട്രക്ചർ അയാൾ ചെയ്യുന്ന ഫങ്ഷൻ അനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡാപ്റ്റബിൾ ആയിരിക്കും. ഇനി 5th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? യൂകറിയോട്ടിക് സെൽസ് ഹാവ് ഓർഗനൽസ് വിച്ച്, ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? വിച്ച് മേ നോട്ട് ബി ബൗണ്ട് ബൈ എ മെംബ്രെയിൻ, ബൗണ്ട് ബൈ എ സിംഗിൾ മെംബ്രെയിൻ, bound by a double membrane. ഇനി ഗ്രൂപ്പ് ദ വേരിയസ് സബ്സെല്ലുലാർ ഓർഗനൽസ് ഇൻ ടു ദീസ് 3 കാറ്റഗറീസ്. അതായത് ബേസിക്കലി എന്ത് ചെയ്യണം? നമ്മുടെ ഡിഫറെന്റ് ഓർഗനൽസ് ഉണ്ട് യൂക്കറിയോട്ടിക് സെൽസിൽ. ആൻഡ് ഈ യൂക്കറിയോട്ടിക് സെൽസിലെ ഓർഗനൽസിനെ മെംബ്രെയിൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് നമ്മൾ കണ്ടത് ആർക്കൊക്കെയാണ്? ഫസ്റ്റ്, റൈബോസോമിന് മെംബ്രെയിൻ ഇല്ലെന്നറിയാം. സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോളിന് മെംബ്രെയിൻ ഇല്ല എന്ന് പറയാം. ന്യൂക്ലിയോളസിന് മെംബ്രെയിൻ ഇല്ലെന്ന് പറയാം. സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സിന് മെംബ്രെയിൻ ഇല്ല എന്ന് പറയാം. അപ്പൊ ഈ 4 എണ്ണം എങ്ങനെയാണ്? നോൺ മെംബ്രെയിൻ ബൗണ്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്തൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോം, വാക്യൂൾസ്, മൈക്രോബോഡീസിൽ എന്തൊക്കെ വരും? ഗ്ലയോക്സിസോമും പെറോക്സിസോമും ആൻഡ് തൈലക്കോയിഡ്. ഇത്രയും ആൾക്കാർക്ക് എന്താണ്? സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കും. ഇനി ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈസിയർ ആണ് ഓർത്ത് വെക്കാൻ. ഏതൊക്കെ? പ്ലാസ്റ്റിഡ്സിന് ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, മൈറ്റോകോൺഡ്രിയക്ക് ഉണ്ട്, ആൻഡ് ന്യൂക്ലിയസ്. ഈ പ്ലാസ്റ്റിഡിനും മൈറ്റോകോൺഡ്രിയക്കും വേറൊരു പ്രത്യേകത കൂടി നമ്മൾ പഠിച്ചിരുന്നത് എന്ത്? എക്സ്ട്രാ ജീനോമിക് DNA യൂക്കറിയോട്സിൽ കാണുമ്പോൾ നമ്മൾ എവിടെയാണ് അത് കാണുന്നത്? ആ സെല്ലിലെ പ്ലാസ്റ്റിഡ്സിലും മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിലും. അപ്പൊ ഇത്രയാണ് 5th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 6th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? The genomic content of the nucleus is constant for a given species, whereas the extra chromosomal DNA is found to be variable among the members of a population. അപ്പൊ ഒരു സ്പീഷീസ് എടുത്ത് നോക്കിയാൽ അവരുടെ ജീനോമിക് കോണ്ടന്റ് മാത്രം എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, കോൺസ്റ്റന്റ് നമ്പറിലായിരിക്കും. പക്ഷെ എക്സ്ട്രാ ക്രോമസോമൽ DNA എങ്ങനെയായിരിക്കും? വേരിയബിൾ ആയിരിക്കും, അതായത് ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ. ഇനി ഇത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? ഒരു ഹ്യൂമൻ സെൽ എടുത്തു. ഹ്യൂമൻ സെല്ലിൽ നമുക്കറിയാം എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. അപ്പോ നമ്മളൊരു ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാലും, അതായത് എല്ലാം സെയിം സ്പീഷീസ് ആണ്. അപ്പൊ ഇവരുടെ എല്ലാ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാലും ഇവരുടെ എല്ലാവർക്കും എങ്ങനെയായിരിക്കും? ഈ 46 ക്രോമസോം എന്നുള്ളത് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, മനസ്സിലായി? ഇനി മൈറ്റോകോൺഡ്രിയ, അതായത് എക്സ്ട്രാ ജീനോമിക് DNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ഇസ് എ യൂക്കറിയോട്ട്. യൂക്കറിയോട്ട് ആകുമ്പോൾ അവിടെ എക്സ്ട്രാ ക്രോമസോമൽ DNA എവിടെയായിരിക്കും? മൈറ്റോകോൺഡ്രിയയിലോ പ്ലാസ്റ്റിഡ്സിലോ. പക്ഷെ പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഹ്യൂമൻ സെൽസിൽ എന്തിലെടുക്കാം? മൈറ്റോകോൺഡ്രിയ വേർ എന്ത് ഇസ് പ്രസന്റ്? നമ്മുടെ എക്സ്ട്രാ ക്രോമസോമൽ DNA. ആൻഡ് മൈറ്റോകോൺഡ്രിയയിൽ നമുക്കറിയാം ഈ എക്സ്ട്രാ ക്രോമസോമൽ DNA ഉണ്ട്. അതും അതായത് നമ്മൾ സെയിം ഇവിടെ എടുത്ത കമ്പാരിസൺ ഗ്രൂപ്പിനെ എടുത്താൽ, അതായത് ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ എടുത്താൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദേ ഹാവ് എ
വേരിയബിൾ എമൗണ്ട്, അതായത് ഈ സെയിം എക്സ്ട്രാ ക്രോമസോമൽ DNA-ക്ക് വേറെ വേറെ എമൗണ്ട് ആയിരിക്കും. ഇനി മൈറ്റോകോൺട്രിയയിൽ വേറെ ഒരു ഓർഗാനിസത്തിന്റെ എമൗണ്ട് തന്നെ ആയിരിക്കില്ല അടുത്ത മെമ്പർ ഓഫ് പോപ്പുലേഷന്. ഇനി ഇതേ എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയയിൽ എടുത്ത് നോക്കിയാലും എന്ത് കാണാൻ പറ്റും? ബാക്ടീരിയസ് പ്രോക്കറിയോട്ട്. ഇനി അവർക്കും പ്ലാസ്മിഡ്സ് ഉണ്ട്. ആൻഡ് അവരുടെ എക്സ്ട്രാ ജീനോമിക് DNA എന്ന് പറയുന്നത് അതിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫീനോട്ടിപ്പിക് ക്യാരക്ടറിസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫീനോട്ടിപ്പിക് ക്യാരക്ടറിസ്റ്റിക് പ്രൊവൈഡ് ചെയ്യുന്നതും എങ്ങനെയാണ്? വേരിയബിൾ ആണ്. അതായത് എല്ലാ ബാക്ടീരിയക്ക് നമുക്ക് പറയാൻ പറ്റില്ല എന്തുണ്ട് പ്ലാസ്മിഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെന്നോ പറയാൻ പറ്റില്ല. ആ ഒരു എക്സ്ട്രാ ക്രോമസോമൽ ക്യാരക്ടർ വേരിയബിൾ ആയിരിക്കും. പക്ഷെ ഗിവൺ എന്താണ് ജീനോമിക് കണ്ടന്റ് എങ്ങനെ തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ജീനോമിക് കണ്ടന്റ്, ന്യൂക്ലിയസിലെ ജീനോമിക് കണ്ടന്റ് എടുത്ത് നോക്കി ആൻഡ് അതെങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ് ഫോർ എ ഗിവൺ സ്പീഷീസ്. പക്ഷേ നമ്മൾ എക്സ്ട്രാ ക്രോമസോമൽ DNA എടുത്ത് നോക്കുമ്പോൾ അത് വേരിയബിൾ ആണ്. ആൻഡ് ഹ്യൂമൻസ് ഹോമോസേപ്പിയൻസിൽ എടുത്ത് നോക്കിയാൽ ജീനോമിക് കണ്ടന്റിൽ 46 ക്രോമസോംസ് ഉണ്ടാവും. പക്ഷെ അതിന്റെ എക്സ്ട്രാ ക്രോമസോമൽ DNA എങ്ങനെയായിരിക്കും? വേരിയബിൾ ആയിരിക്കും അമംഗ് ദി ഡിഫറെന്റ് മെമ്പേഴ്സ്. അതായത് ഓരോ മെമ്പർ ഓഫ് പോപ്പുലേഷൻ എടുത്ത് നോക്കിയാലും ഓരോ ഹ്യൂമണിനും അവരുടെ മൈറ്റോകോൺഡ്രിയൽ എമൗണ്ട് ഓഫ് എക്സ്ട്രാ ക്രോമസോമൽ DNA ഡിഫറെന്റ് എമൗണ്ടിൽ കാണാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞിരിക്കുന്ന ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് മൈറ്റോകോൺഡ്രിയ ആർ പവർ ഹൗസസ് ഓഫ് ദി സെൽ. നമുക്കറിയാം എന്താണ് പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് ഒരാളെ വിളിക്കണമെങ്കിൽ പവർ ഹൗസിന്റെ പ്രത്യേകത എന്താ? ദേ ഷുഡ് ബി ബ്രിമ്മിങ് വിത്ത് എനർജി. അതായത് എനർജി പ്രൊഡക്ഷൻ കാണുകയാണെങ്കിലാണ് നമുക്ക് മൈറ്റോകോൺഡ്രിയനെ എന്തെന്ന് വിളിക്കുക? പവർ ഹൗസ് ഓഫ് എനർജി. അപ്പോ മൈറ്റോകോൺഡ്രിയയില് ബേസിക് ജസ്റ്റ് ഒരു സമ്മറി അബൌട്ട് മൈറ്റോകോൺഡ്രിയ പറയാനാണെങ്കിൽ അവർക്ക് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആണ്. ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിലുള്ള ആ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് എന്ന് വിളിച്ചു. ആൻഡ് അവരിൽ എന്താണ് നമ്മൾ പല ചാപ്റ്ററും പഠിച്ചു പറഞ്ഞത് മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലായാലും മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലായാലും ദേ ആർ അസോസിയേറ്റഡ് വിത്ത് മെനി എൻസൈംസ്. ഇങ്ങനെ എഴുതാം, അസോസിയേറ്റഡ് വിത്ത് മെനി എൻസൈംസ്. അപ്പൊ എൻസൈംസിന് ഓരോരിക്കും എന്തുണ്ടാവും? അതിൻ്റെതായ ഫങ്ഷൻസും ഉണ്ടാവും. ഇനി ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മൈറ്റോകോൺഡ്രിയ എന്താണ്? സൈറ്റ് ഫോർ എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷന്റെ സൈറ്റ് ആണ്. അത് കൂടാണ്ട് അവര് എങ്ങനെ ഉണ്ടാക്കും? ATP ഉണ്ടാക്കും. അതായത് ATP എന്തെന്ന് വിളിച്ചു? സെല്ലുലാർ എനർജി. സെല്ലിന് യൂട്ടിലൈസബിൾ ആയിട്ടുള്ള ഫോം ഓഫ് എനർജി എന്താണ്? ATP. അപ്പൊ പ്രൊഡ്യൂസ് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് സെൽ. സെല്ലിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ ദ ഫോം ഓഫ് ATP. അതുകൊണ്ട് പവർ ഹൗസ് ഓഫ് സെല്ലിനെ നമ്മൾ മൈറ്റോകോൺഡ്രിയനെ വിളിക്കുന്നു. അപ്പൊ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് അതിന്റെ ലൂമൻ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ അതിന് സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ഔട്ടർ കമ്പാർട്ട്മെന്റും ഇന്നർ കമ്പാർട്ട്മെന്റും ഒക്കെ നമുക്ക് ഇതിന് കാണാൻ പറ്റും. ആൻഡ് ഇന്നർ കമ്പാർട്ട്മെന്റ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിച്ചു. ആൻഡ് ഔട്ടർ മെംബ്രെയിൻ എങ്ങനെയാണ്? നമ്മുടെ ഓർഗനലിനെ ലിമിറ്റ് ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഇന്നർ മെംബ്രെയിനിൽ ചില ഇൻഫോൾഡിങ്സ് ഉണ്ട്. നമുക്ക് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അറിയാം മൈറ്റോകോൺഡ്രിയന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇന്നർ മെംബ്രെയിനിൽ ചില ഇൻഫോൾഡിങ്സ് ഉണ്ടാക്കും. ആ ഇൻഫോൾഡിങ്സിനെ നമ്മൾ ക്രിസ്റ്റേ എന്ന് വിളിച്ചു. ആൻഡ് ആ ക്രിസ്റ്റേ എങ്ങനെയായിരിക്കും? മെട്രിക്സിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. ആൻഡ് ഈ ക്രിസ്റ്റേ ഉള്ളതുകൊണ്ട് ഗുണം എന്താണ്? ഇറ്റ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ കൂടുന്നു. ആൻഡ് ഇത് കൂടാണ്ട് ഈ ഡബിൾ മെംബ്രെയിനിൽ എന്തൊക്കെ കാണാൻ പറ്റും? ദേ ഹാവ് സ്പെസിഫിക് എൻസൈംസ് അസോസിയേറ്റഡ് വിത്ത് മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻ. അതായത് മൈറ്റോകോൺഡ്രിയന്റെ ഫംഗ്ഷൻ അനുസരിച്ചുള്ള എൻസൈംസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം മൈറ്റോകോൺഡ്രിയയിൽ എന്തൊക്കെ റെസ്പിറേഷനിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇഷ്ടംപോലെ എൻസൈംസ് വേണം. ആ എൻസൈംസ് ഒക്കെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റും? ഇന്നർ മെംബ്രെയിനിലായാലും മെട്രിക്സിലായാലും കാണാൻ പറ്റും. ഇനി ദീസ് ആർ ദ സൈറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. അതുകൊണ്ട് അവർ എന്തുണ്ടാക്കും? എയറോബിക് റെസ്പിറേഷന്റെ എൻഡില് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP ഉണ്ടാക്കും, വിച്ച് ഇസ് വൈ ദേ ആർ കോൾഡ് എസ് പവർ ഹൗസസ് ഓഫ് ദി സെൽ. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇസ് ദർ എ സ്പെസിഫിക്
സ്പീഷീസ് സ്പെസിഫിക് അല്ലെങ്കിൽ റീജിയൻ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ്, ഹൗ ഡസ് വൺ ഡിസ്റ്റിംഗ്വിഷ് വൺ ഫ്രം ദി അതർ? അതായത് സ്പീഷീസിന് സ്പെസിഫിക് ആയ അല്ലെങ്കിൽ റീജിയന് സ്പെസിഫിക് ആയ പ്ലാസ്റ്റിഡ്സ് ഉണ്ടോ, ഇനി അതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക, ആൻഡ് ഹൗ കെൻ യു ഡിസ്റ്റിംഗ്വിഷ് ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് സ്പെസിഫിക് പ്ലാസ്റ്റിഡ് ഫ്രം ദി അതർ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റീജിയൻ സ്പെസിഫിക് പ്ലാസ്റ്റിഡ്സ് ഫ്രം ദി അതർ. അപ്പോ ഫസ്റ്റ് സെന്റൻസ് പ്ലാസ്റ്റിഡ്സ് എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ സ്പീഷീസ് സ്പെസിഫിക് അല്ലെങ്കിൽ റീജിയൻ സ്പെസിഫിക് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, നമുക്കറിയാം പ്ലാസ്റ്റിഡ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു ഹോൾഡ് അല്ലെങ്കിൽ ബെയർ സ്പെസിഫിക് പിഗ്മെന്റ്സ്. സ്പെസിഫിക് പിഗ്മെന്റ്സ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ആൻഡ് ഈ പിഗ്മെന്റ്സ് എന്ത് ചെയ്യും? ഇമ്പാർട്ട് ഡിഫറെന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് കളേഴ്സ് ടു ദി പ്ലാന്റ്സ്. ഇനി നമുക്ക് പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നറിയാം. ഇനി പിഗ്മെന്റ്സിന്റെ അക്കോർഡിംഗ്ലി നമ്മുടെ പ്ലാസ്റ്റിഡിനെ 3 ഡിവൈഡ് ചെയ്യാം. പ്ലാസ്റ്റിഡ്സ് ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്. എന്തൊക്കെ 3 ടൈപ്സ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ഇനി ക്ലോറോപ്ലാസ്റ്റ് ഏത് കളറാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് ഹാസ് ക്ലോറോഫിൽ ആൻഡ് ചില കാരോട്ടിനോയിഡ് പിഗ്മെന്റ്സ്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് നമ്മുടെ ഗ്രീൻ കളറാണ് ക്ലോറോപ്ലാസ്റ്റ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ക്രോമോപ്ലാസ്റ്റിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള കാരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഉണ്ട്. ഇനി ഇതിന്റെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ കരോട്ടിനോയിഡ്സിന് താഴെ വരുന്നതാണ് കാരോട്ടീൻ, സാന്തോഫിൽ ഒക്കെ. ഇനി ലൂക്കോപ്ലാസ്റ്റ് എന്താണ്? നമുക്കറിയാം ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBC എന്താണ്? കളർലെസ് ആണ്, അതായത് വൈറ്റ് ആണ്. അതേപോലെ ലൂക്കോപ്ലാസ്റ്റ് എങ്ങനെയാണ്? നമ്മുടെ കളർലെസ് പ്ലാസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കളർ ഇമ്പാർട്ട് ചെയ്യില്ല, പക്ഷെ ദേ സ്റ്റോർ ന്യൂട്രിയൻസ്. ഇത്രയാണ് എന്ത് പ്ലാസ്റ്റിഡ്സിന്റെ 3 ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്. ഇനി സ്പീഷീസ് സ്പെസിഫിക് അല്ലെങ്കിൽ റീജിയൻ സ്പെസിഫിക് എന്ന് പറയാൻ കാരണം എന്താ? അക്കോർഡിംഗ് ടു ദ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു വേർ ദേ ആർ സീൻ. അതായത് ല്യൂക്കോപ്ലാസ്റ്റ് ആണ് അതിന്റെ ടൈപ്പ് എങ്കിൽ അത് കളർലെസ് ആയി ആൻഡ് അതിന്റെ ഫംഗ്ഷനും അതിനനുസരിച്ച് മാറി. ആൻഡ് അക്കോർഡിംഗ് ടു ഇനിയിപ്പോ ഗ്രീൻ പ്ലാന്റ്സിലാണ് അതില്ലെങ്കിൽ അതിൽ ക്ലോറോപ്ലാസ്റ്റ് ആയി ആൻഡ് ക്ലോറോഫിൽ കരോട്ടിനോയിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് സെന്റൻസ് സ്റ്റാർട്ടിങ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് എങ്ങനെയാണ്? ചോദിച്ചിരിക്കുന്ന ആൻസറിനല്ല, ചോദിച്ചിരിക്കുന്ന ഒരു കീ പോയിന്റ് ഉണ്ടാവില്ല, ആ കീ പോയിന്റിനെ എലാബറേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ പ്ലാസ്റ്റിക്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആൻസർ ആദ്യം എന്ത് പറഞ്ഞു? പ്ലാസ്റ്റിക്സ് സ്പീഷീസ് സ്പെസിഫിക് അല്ലെങ്കിൽ റീജിയൻ സ്പെസിഫിക് ആണ്. ആൻഡ് പ്ലാസ്റ്റിക്സ് എങ്ങനെയാണ്? എല്ലാ പ്ലാന്റ് സെൽസിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇൻ യൂഗ്ലിനോയിഡ്സ്. ഇനി അവർ നല്ല വലുതായതുകൊണ്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാൻ പറ്റും. ആൻഡ് ദേ ബെയർ സം സ്പെസിഫിക് പിഗ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് പിഗ്മെന്റ്സിനനുസരിച്ച് സ്പെസിഫിക് കളേഴ്സും ഇമ്പാർട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. ആൻഡ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് ഈ പ്ലാസ്റ്റിഡ്സിനെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ഇനി ക്ലോറോപ്ലാസ്റ്റിൽ എങ്ങനെയാണ്? എന്തൊക്കെ കണ്ടെയ്നിങ് ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ആൻഡ് ദേ ഓൾസോ ഇമ്പാർട്ട്. അത് ലീവ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതിൽ ക്ലോറോഫിൽ ഉണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ റിഫ്ലെക്ട്സ് ഗ്രീൻ ലൈറ്റ്. അതുകൊണ്ട് ഗ്രീൻ ആയിട്ട് നമ്മുടെ ലീവ്സ് അപ്പിയർ ചെയ്യും. ഇനി ക്രോമോപ്ലാസ്റ്റിൽ എങ്ങനെയാണ്? ഫാറ്റ് സോല്യൂബിൾ കാരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ലൈക്ക് കാരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ഉണ്ട്. ആൻഡ് ഇത് പ്ലാന്റിന് ഒരു യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ തേർഡ് ടൈപ്പ് ല്യൂക്കോപ്ലാസ്റ്റ് എങ്ങനെയാണ്? കളർലെസ് ആണ് ആൻഡ് അവർക്ക് പല പല ഷേപ്പോ സൈസും ഉണ്ടാവും. ആൻഡ് ഇറ്റ് സ്റ്റോർസ് ന്യൂട്രിയൻസ്. ഇത് കൂടാണ്ട് എന്ത് ഈ ല്യൂക്കോപ്ലാസ്റ്റിന് അഗെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏത് ന്യൂട്രിയന്റ് ആണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കൺസേൺ വെച്ച്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ആണ് സ്റ്റോർ ചെയ്യുന്നത്, ആസ് ഇൻ പൊട്ടേറ്റോ എങ്കിൽ നമ്മൾ അതിനെ അമൈലോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഇനി ഓയിൽ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എലയോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ആൻഡ്
ഫാറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓയിലും ഫാറ്റും ആണെങ്കിൽ എലയോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഇനി പ്രോട്ടീൻ ആണെങ്കിൽ നമ്മൾ അതിനെ അല്യൂറോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. നമ്മൾ മോണോകോട്ട് സീഡിൽ ഒരു അല്യൂറോൺ ലെയർ ആണ് പ്രോട്ടീൻ റിച്ച് ലെയർ മോണോകോട്ട് സീഡിൽ. അപ്പൊ അതിന്റെ ഇതായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. അല്യൂറോപ്ലാസ്റ്റ് എങ്ങനെയാണ്? പ്രോട്ടീൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 8th ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയാണ്. ഇനി 9th ക്വസ്റ്റ്യൻ ഈസിയാണ് ചോദിച്ചിരിക്കുന്നത്. വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഓൾ ദി ഗിവൺ ഓർഗനൽസ്. ആദ്യം സെൻട്രോമിയർ. സെൻട്രോമിയർ എങ്ങനെയാണ്? എല്ലാ ക്രോമസോമിലും ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ട്. അതായത് ക്രോമസോം ഇങ്ങനെയാണെങ്കിൽ അതിന് നടുക്കൊരു കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ സെൻട്രോമിയർ കാണാൻ പറ്റും. ആൻഡ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സും ജോയിൻഡ് അറ്റ് ദി സെൻട്രോമിയർ. ഇനി സെൽ ഡിവിഷന്റെ സമയത്ത് ആര് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ സെൻട്രോമിയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാ? സെൻട്രോമിയർ ആണ് പോയി അറ്റാച്ച് ചെയ്യുന്നത് എങ്ങോട്ട്? ഇക്വിറ്റോറിയൽ പ്ലേറ്റിന്. അപ്പൊ അങ്ങനെ സെൽ ഡിവിഷന് ഒരു ഇമ്പോർട്ടന്റ് ജോലി ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൻട്രോമിയർ. ഇനി സെൽ വാൾ. സെൽ വാൾ എങ്ങനെയാണ്? നമുക്കറിയാം ഏറ്റവും ബേസിക് ലിമിറ്റിംഗ് മെമ്പറൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഷേപ്പ് കൊടുക്കുന്നു സെല്ലിന്. ആൻഡ് ഫ്രം ദി എക്സ്റ്റേണൽ മെക്കാനിക്കൽ ഡാമേജിനും ഇൻഫെക്ഷനും ഒക്കെ എന്ത് കൊടുക്കുന്നു? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ആൻഡ് അത് കൂടാണ്ട് അവർ സെൽ ടു സെൽ ഇന്ററാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് അൺഡിസൈറബിൾ മാക്രോ മോളിക്യൂൾസ് ചുറ്റും ഉണ്ടെങ്കിൽ അതിന് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു ബാരിയർ ആയിട്ടോ ആക്ട് ചെയ്യുന്നു. ഇത്രയാണ് സെൽ വാൾ ചെയ്യുന്നത്. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം മേജർ സൈറ്റ് ഓഫ് സിന്തസിസ് ഫോർ ലിപ്പിഡ് സിന്തസിസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ് നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുകൂടാണ്ട് ആനിമൽ സെൽസിലെ ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസും എവിടെയാണ് സിന്തസൈസ്ഡ്? ഇൻ ദി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതേ കാര്യം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചോദിച്ചാൽ എന്ത് പറയണം? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമ്മുടെ റൈബോസോംസ് പ്രസന്റ് ആണ്. റൈബോസോംസ് ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ് ജോലി. ഇനി ഈ പ്രോട്ടീൻ ഉണ്ടാക്കി, ഇനി ഈ ഉണ്ടാക്കുന്ന പ്രോട്ടീന്റെ പാക്കേജിങ്ങും ബാക്കിയുള്ള കാര്യമൊക്കെ ആര് ഡീൽ ചെയ്യും? നമ്മുടെ ഗോൾജി അപ്പാരറ്റസ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് സൈറ്റ് ഫോർ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്. അതായത് മോഡിഫിക്കേഷൻ ഓഫ് ഓൾറെഡി സിന്തസൈസ്ഡ് സബ്സ്റ്റൻസസ് എവിടെയാണ്? മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിങ് ആണ് മെയിൻലി ഗോൾഗി അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. ഇനി ലാസ്റ്റ് എന്താ? സെൻട്രിയോൾസ്. സെൻട്രിയോൾസും എങ്ങനെയാണ്? സെൽ ഡിവിഷന്റെ സമയത്താണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എങ്ങനെ? സെൽ ഡിവിഷന്റെ സമയത്ത് നമുക്ക് സ്പിൻഡിൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സാധനം ഫോം ചെയ്യണം. അതെങ്ങനെയാണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആയിട്ട് നമുക്ക് ഡയഗ്രത്തിൽ നമ്മൾ കണ്ടതാണ് ഓൾറെഡി സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ. ആൻഡ് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്തിനെ ഉണ്ടാക്കും? സ്പിൻഡിൽ അപ്പാരറ്റസിനെ ഉണ്ടാക്കും. ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ഡിവൈഡിങ് ആനിമൽ സെൽസ്, അല്ലെങ്കിൽ ഒരു സെല്ലിനെ രണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ സെൻട്രിയോൾസ് ഓൾസോ ഫോം ദി ബേസൽ ബോഡി ഓഫ് സീലിയ അല്ലെങ്കിൽ ഫ്ലജുല്ല. ആ സ്ട്രക്ചറൽ വൈസ് പറയണം, ആ സ്ട്രക്ചറിന്റെ ബേസൽ ബോഡി ഫോം ചെയ്യുന്നത് സെൻട്രിയോൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ചോദിച്ചിരിക്കുന്നത് എന്താ? Are the different types of plastids interchangeable? If yes, give examples and where they are getting converted from one type to another. നമ്മളിപ്പോ ഓൾറെഡി പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെ കണ്ടിരുന്നു? നമ്മള് 3 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് കണ്ടിരുന്നു. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. അപ്പൊ ടൈപ്സ് എഴുതി വെക്കുക. അതിന്റെ ഡിഫറെന്റ് പിഗ്മെന്റ്സ് എന്താണ്, അതിൽ ഏത് കളറാണ് പിഗ്മെന്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇനി ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ പിഗ്മെന്റ്സ് പ്ലാസ്റ്റിക്സിന്റെ ടൈപ്പിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ആൻസർ യെസ്, വി കൻ. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ആർ ഇന്റർചേഞ്ചബിൾ. ഇനി നമ്മുടെ ഗ്രീൻ ടൊമാറ്റോസ്, നമുക്കറിയാം പച്ചയായിരിക്കും ടൊമാറ്റോ, ഗ്രീൻ ആയിരിക്കും. അത് പഴുത്ത് കഴിയുമ്പോൾ എങ്ങനെയാവും? റെഡ് കളറിലാവും. ഇനി ഈ റെഡ് കളറിലാവാൻ കാരണം എന്താണ്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്, അതായത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ടൈപ്പ് ആയിരിക്കും ആദ്യം പ്ലാസ്റ്റിക്സിൽ ഉണ്ടാവുക. വെൻ ദ ടൊമാറ്റോസ് ആർ ഗ്രീൻ, ആ ക്ലോറോപ്ലാസ്റ്റ് കളർ മാറി പഴുത്ത് വരുമ്പോൾ എങ്ങനെയാവും? ദേ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ നമ്മുടെ ക്രോമോപ്ലാസ്റ്റ്. ആൻഡ് ക്രോമോപ്ലാസ്റ്റ് എങ്ങനെയാണ്? നമുക്കറിയാം ഡിഫറെന്റ് കളേഴ്സ് ലൈക്ക് ഓറഞ്ച്, ബ്ലൂ അല്ലെങ്കിൽ റെഡ്, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ഇമ്പാർട്ട് ചെയ്യും. അങ്ങനെ ക്ലോറോപ്ലാസ്റ്റിനെ ക്രോമോപ്ലാസ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ക്രോമോപ്ലാസ്റ്റ് ഫ്രം ക്ലോറോപ്ലാസ്റ്റ് വഴി നമ്മുടെ ഗ്രീൻ ടൊമാറ്റോസ് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലീസ് റെഡ് ഫോമിലേക്ക് മാറും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യും. ഇനി ഇതേ ക്രോമോപ്ലാസ്റ്റ് എങ്ങനെയായിരിക്കാം? നമുക്ക് ലൂക്കോപ്ലാസ്റ്റിൽ നിന്നും ഫോം ചെയ്യാം, അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് can also give rise to chromoplast by എങ്ങനെ? By development of some
പിഗ്മെന്റ്സ് ലൈക്ക് ക്യാരറ്റിൽ കാണുന്ന കാരോട്ടീൻ വിച്ച് ഗിവ്സ് എൻ ഓറഞ്ച് കളർ, അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂക്കോപ്ലാസ്റ്റും ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. ഇത്രയാണ് 10th ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും 10 LAQ ആൻഡ് 8 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേക്കും നമ്മുടെ എന്ത് കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അതിന് മുമ്പ് വെരി ഷോർട്ട് 7 ക്വസ്റ്റ്യൻസും അതിന് മുമ്പ് MCക്കും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് കംപ്ലീറ്റഡ് ആയി. അപ്പൊ മെയിൻ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിൽ ഓരോ സെൽ ഓർഗനൽസും അതിന്റെ വേരിയസ് ഡിഫറൻസസും എത്ര എണ്ണാണ് ഡബിൾ മെംബ്രെയിൻ, എത്ര മെംബ്രെയിൻ ആണ്, അതിന്റെ പ്രോപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ്, ആൻഡ് ഓരോന്നിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ആൻഡ് റൈബോസോംസിന്റെ ടൈപ്സ് എങ്ങനെയാണ്, പോളിസോംസ് എന്താന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ചോളാം. താങ്ക് യു.